സർവം കൃഷ്ണാർപ്പണമസ്തു. ചേർത്തല കാർത്യായനി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചേർത്തല നഗരഹൃദയത്തിൽ റോഡിനരികിലായിട്ടാണ് കാർത്യായനി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തിയുടെ സൗമ്യ സുന്ദര രൂപമായ നവദുർഗമാരിൽ ഒരാളായ കാർത്യായനിയാണ് പ്രധാന പ്രതിഷ്ഠ. 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കൂടാതെ പരമശിവൻ, മഹാവിഷ്ണു, ഗണപതി, കാവുടയോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പൂര മഹോത്സവവും പടയണികളും വളരെ വിശേഷമാണ്. ചേർത്തല പൂരം എന്ന ഈ ഉത്സവം അറിയപ്പെടുന്നു. ഇതുകൂടാതെ കന്നിമാസത്തിൽ നവരാത്രി, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവയും അതീവ വിശേഷമാണ്. ധാരാളം പൂവൻ കോഴികളെ ഈ ക്ഷേത്ര പരിസരത്ത് കാണാവുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യമറിയാം. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു. ഒരു മരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത്. അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി. ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെ അദ്ദേഹം കണ്ടു. അത് നവദുർഗമാരിൽ ഒരാളായ കാർത്യായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം ഉടൻ ഭഗവതിയെ സമീപിച്ചപ്പോൾ ആ മഹാദേവി സൂത്രത്തിൽ കുളത്തിലേക്ക് എടുത്തു ചാടി. ഇങ്ങനെ 6 ദിവസവും വില്ലുമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ 6 കുളങ്ങളിലായി ചാടി ഒളിച്ചു. അങ്ങനെ 7ാമത്തെ ദിവസം വന്നു. 7ാമത്തെ കുളത്തിലേക്ക് ഭഗവതി ചാടി. എന്നാൽ കുളത്തിൽ നിറയെ ചേറായിരുന്നു. ചേറിലേക്ക് താഴുന്നതിനു മുൻപ് വില്ലുമംഗലം ഭഗവതിയുടെ മുടിയിൽ പിടിച്ചുയർത്തി. ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായത് എന്ന ഐതിഹ്യം. ഉത്സവത്തിന് മുന്നോടിയായാണ് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം കൊടിയേറ്റം നടക്കാറുള്ളത്. എന്നാൽ ഉത്സവം തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. 3 ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഭഗവതിയെ കൂടാതെ ശിവനും മഹാവിഷ്ണുവുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏക പ്രത്യേകത. തറനിരപ്പിൽ നിന്ന് 4 അടിയോളം താഴ്ചയിലാണ് കാർത്യായനിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ പരാശക്തി സ്വയംഭൂ ആയതാണെന്നും വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ. ചതുരത്തിൽ കെട്ടിയിട്ടുള്ള കരിങ്കല്ലിലാണ് പ്രതിഷ്ഠാസ്ഥാനം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, പാർവതി തുടങ്ങിയ വിവിധ ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ ഉപദേവതകളായ ഗണപതി, കാവുടയോൻ അഥവാ ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. കോഴികളെ പറപ്പിക്കലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർ ഇത്തരത്തിൽ പറപ്പിക്കുന്ന കോഴികളാണ് അവയെല്ലാം. ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ 100 കണക്കിന് കോഴികളെ കാണാം. ക്ഷേത്രാങ്കണത്തിൽ നിറയെ കോഴികളായിരിക്കും. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് തടി വഴിപാട്. അരിപ്പൊടി, തേൻ, പഴം, മുന്തിരിങ്ങ, കൽക്കണ്ടം, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി എന്നിവ ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. തുടർന്ന് കുഴൽ രൂപത്തിൽ ചുരുട്ടിയെടുത്ത് പാളയിൽ ഈ മിശ്രിതം നിറയ്ക്കുന്നു. തുടർന്ന് മണ്ണിൽ കുഴിച്ചിട്ട് മീതെ തീയിട്ട് ചുട്ടെടുക്കുകയാണ്. രോഗം മാറാൻ നിരവധി പേരാണ് ഈ വഴിപാട് നേരുന്നത്. മീനമാസത്തിലെ മകീരം നാളിലാണ് ഇവിടെ കൊടിയേറ്റം നടക്കുന്നത്. 7 ദിവസം ആറാട്ടും നടക്കും. പൂയം നാളിലെ സരസ്വതി പടയണി, ആയില്യം, മകം, പൂരം തുടങ്ങിയ നാളുകളിലെ പടയണികൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകൾ. പൂരം നാളിലാണ് പ്രധാന ഉത്സവം. ദർശന സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. ഇത് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു ചെറു വിവരണം. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.